പാർക്കിലാണ്, വണ്ടലിലുള്ള ട്രീ പാർക്കിലാണ്. പിള്ളേർ കളിക്കുന്ന രണ്ട് സാധനങ്ങൾ കണ്ട് കയറിയതാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാം. അതാ മനോഹരമായ നല്ല ഗ്രീനറി, ഒരുപാട് മരങ്ങൾ ഒക്കെ ഉള്ള ഒരു ട്രീ പാർക്ക്. ട്യൂസ്ഡേ ഹോളിഡേ ആണ്. കുപ്പിയിൽ ചെടി വെച്ചേ. 30 റുപ്പീസോ പാർക്കിങ്ങോ? എന്റെ മോളം കയറണ്ട, ആ പാടെ കട പറഞ്ഞിട്ടാ കയറി. 30 രൂപ ഫീസ്, നമ്മള് 20 രൂപ എടുത്തോളൂ, ബാക്കി ചേട്ടൻ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പുലിമടയിലാണ്. ഇങ്ങോട്ട് വാ. ഓ തമിഴ് വായിക്കും കേട്ടോ. വായിച്ചോ? തമിഴ് വായിച്ചാ? അത് മാറ്റിക്കോ, ഇപ്പൊ കയ്യിലില്ല. ഇക്കുണ്ട്, അവനറിയാവുന്ന ഇക്ക് മാത്രം കണ്ടുപിടിച്ച വേറെ. ഇതേണ്ടോ ബാമ്പു പാത്ത്. വെള്ളമില്ല, വെള്ളം ഉണ്ടാകുന്ന നല്ല രസമുണ്ട്. ഇതുവഴി അങ്ങോട്ട് പോകാൻ തോന്നുന്നു. പോവാമോ? ഇതൊക്കെ കിളച്ചിട്ടേക്കുന്നു. ഓ ഇത് ഓരോന്നും ഓരോ ഇതൊക്കെയാട്ടോ. ഫ്രീ ആയിട്ടല്ല, വില കുറച്ച് സെയിലുണ്ട്, വില കുറച്ച് തരുമെന്ന് എഴുതിച്ചേക്കുന്നത്, അല്ലാതെ ഫ്രീ എന്നല്ല എഴുതിയേക്കുന്നത്. ഇതിങ്ങനെ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കൊച്ചുങ്ങളെ പറ്റിക്ക് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് ഇല്ല, അതാ വഴി നോക്കി ഇവിടെ വരെ ഉള്ളു. നല്ല വഴി, അത് കഴിഞ്ഞ് അങ്ങോട്ട് വഴിയേ വഴി. കാട് കാട് ഒരു കാട് ഇതാ. നമ്മുടെ ഇലിമ്പിപ്പുളി. അതാ കരിഞ്ഞു പോയി കാണും. എല്ലാം അതിന്റെ താഴെ നിപ്പുണ്ട് കേട്ടോ. അതിന്റെ തടിയില് അയ്യോ നമ്മള് വുഡാപ്പിൾ മേടിച്ചിട്ട് ഭയങ്കര ഫ്ലോപ്പ് ആയി പോയി. നല്ല രസമുള്ള ഏരിയ. നാരകം യക്ഷിപ്പന. യക്ഷി എന്ന് വെച്ചാ പ്രേതം തന്നെ. ബോട്ടണി മീൻസ് പ്ലാന്റ് സയൻസ്, പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന സയൻസാണ് പ്ലാന്റ് സയൻസ്. അപ്പോൾ ഇവിടെ എല്ലാ പ്ലാന്റിൻ്റെയും പേരും അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ബോട്ടണിക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പറങ്കാവ് നമ്മുടെ കൊല്ലക്കാരുടെ പറങ്കാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്യൂനട്ട് ഇല്ലേ, ഒരു വെറൈറ്റി മരം. അറ്റത്ത് മാത്രമല്ല പിങ്ക് കളർ. ഇനി നമ്മൾ മുളങ്കാട്ടിലേക്കാണ് കയറാൻ പോകുന്നത്. മഞ്ഞ മുളയുണ്ട്, പച്ചമുളയുണ്ട്. അത് സൂപ്പർ. പാലം, തോട്, മുളങ്കാട്. സൗണ്ട് കേൾക്ക് നോക്കി. ASMR ഉണ്ടോ? ചണ്ഡീഗഡോ? നല്ല വെള്ളം, മഴ പെയ്തിട്ടൊന്നും വെള്ളം ഇല്ലല്ലോ. ഇത് ചാലു പോലെ കിടക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും നടന്ന് വെയിലത്ത് ഇപ്പൊ പെയിന്റ് അടിച്ചാണോ? ഭംഗിയുണ്ട്.
അത് നോക്കിയാൽ നല്ല രസമുണ്ട്. ഈ ചെടി കുങ്കുമാണോ? അല്ല അല്ല, നമ്മുടെ പ്രശസ്തമായ നോനി എന്നല്ലേ എഴുതിയേക്കുന്നേ? നോനി എന്നല്ലേ തമിഴിൽ എഴുതിയേക്കുന്നേ? നോനിപ്പഴം ഓളമച്ചിനോട് ഉണ്ടായിരുന്നു. സപ്പോട്ടയ്ക്ക ഫാമിലി നെയിം സപ്പോട്ടയ്ക്ക തന്നെ. അപ്പൊ നമ്മളെന്താ പറഞ്ഞ? ഏഷ്യ എന്ന് പറഞ്ഞാൽ എന്റെ ചെയ്യുന്നത് ഫാമിലി നെയിം എല്ലായിടത്തും അങ്ങനെയാണ്. സൈനേഷ്യ നല്ല പൂവല്ല, ഒരു വെറൈറ്റി ശംഖ് പൂവാണ്. നമ്മള് എവിടെ പോയാലും കാറ്റാടി നമ്മുടെ പുറകെ വരണം. എന്തോരെ പേര്? പൈനോ? പൈൻ മരം. നടക്കാൻ വയ്യാത്ത ഒരു വല്യപ്പൻ. അവന് പേടിയുണ്ട്. അവൻ 2 കൈ കൊണ്ട് മുറുക്കി പിടിച്ചിട്ടുണ്ട്. വാ, ഇനിയിപ്പോ കാണാൻ ഭംഗിയുള്ള സ്ഥലം വന്ന്. ഇത്ര നേരം വെറും കാടായിരുന്നു. ഇനി കുറച്ച് ഗാർഡൻ. ചെല്ലാനുള്ള വഴി ഞാൻ വായിച്ച്. ചെല്ലാനുള്ള വഴി. കണ്ടൽ കാട്ടിൽ വളരുന്ന സാധനമല്ലേ ഇത്? കണ്ടൽ കാട്ടിൽ വളരുന്നത് കായുണ്ട്. ചക്കയല്ല അത്, കൈത വർഗത്തിലുള്ളതാണ്. അതിന്റെ കായ ആദ്യമായിട്ട് കാണുക. അണ്ട അതിന്റെ വേരിങ്ങനെ മേലോട്ട് നമ്മള് അവിടെ പോയപ്പോ കാണുന്ന മൺട്രോ തുരുത്തി കാണുന്ന വേണ്ടല്ലോ. അവിടെ ഇല്ല, പാർക്കിൽ പോയി കളിക്കാം. എടുത്തോണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അതെ. അവിടെ 2 ഊഞ്ഞാല് കണ്ടപ്പോ ഓട് നോട്ടം കണ്ടോ? തട്ടി വീഴും. ഇവൻ കള്ളന് കഞ്ഞി വെച്ച. എന്തായാലും വെയിലില്ല, ഭാഗ്യം. ഒരു സ്ഥലം കണ്ടുപിടിച്ച്. പാർക്കില്ലേ പാർക്കിൽ വരാനൊരു സ്ഥലം കണ്ടുപിടിച്ച്. എന്തായാലും സൂക്ഷിച്ചു. അയ്യേ